ദേശീയപാതാ നിർമ്മാണം കായംകുളത്ത് ഉയരപ്പാതയിലേക്ക് മാറണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു. ഓണാട്ടുകരയുടെ ഭൂപ്രകൃതിയും ഭൗമ കാലാവസ്ഥയും മഴയുടെ സ്വഭാവവും പരിഗണിച്ച് തീരപ്രദേശമായ കായംകുളത്ത് ഉയരപ്പാത നിർമ്മിതിയിലേക്ക് മാറാൻ NHAI തയ്യാറാകണമെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് പറഞ്ഞു. ഓണാട്ടുകരയുടെ ഭൂപ്രകൃതിയും ഭൗമകാലാവസ്ഥയും മഴയുടെ സ്വഭാവവും പരിഗണിച്ച് തീരപ്രദേശമായ കായംകുളത്ത് ഉയരപ്പാത നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാകണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു. കായംകുളത്തൂടെ കടന്നുപോകുന്ന ദേശീയപാതയുടെ നിർമ്മാണത്തിന് ഏതാണ്ട് 30% മാത്രമേ ഇപ്പോൾ പിന്നിട്ടിട്ടുള്ളൂ. നിർമ്മാണത്തിന് മുമ്പ് തന്നെ ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് കായംകുളത്തൂടെ കടന്നുപോകുന്ന ദേശീയപാതയ്ക്ക് ടൈസ്മോ ജംഗ്ഷൻ മുതൽ ഏകദേശം കുറ്റുകുളങ്ങര വരെ അല്ലെങ്കിൽ ഷഹിദാർ പള്ളി ജംഗ്ഷൻ വരെ ഉയരപ്പാത തൂണിൽ നിർമ്മിതമായ ഉയരപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വൻപിച്ച ജനകീയ സമരങ്ങൾ നടന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അശാസ്ത്രീയമായ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂരിയാടിൽ നടന്ന ദുരന്തം, അതേപോലെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് പല പ്രദേശങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്തെല്ലാം തന്നെ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഓണാട്ടുകരയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഇവിടെ ധാരാളം തോടും കായലും നീർത്തടങ്ങളും ഉള്ളതുകൊണ്ട്, തൊട്ടടുത്ത് കടലും കായലും ഉള്ളതുകൊണ്ട് ഭൂമി താഴേക്ക് എല്ലാ വർഷവും താഴേക്ക് ഇരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇരുത്താറുണ്ട്. അങ്ങനെ ഇരുത്തുമ്പോൾ നമ്മുടെ റോഡുകളും താഴോട്ട് പോകാറുണ്ട്. അപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മഹാദുരന്തത്തിലേക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ കായംകുളത്ത് ബസ് സ്റ്റാൻഡിന്റെ പ്രദേശത്ത് ഏതാണ്ട് ടൈസ്മോ ജംഗ്ഷൻ മുതൽ ഷഹിദാർ പള്ളി ജംഗ്ഷൻ വരെ 7 മീറ്റർ ഉയരത്തിലാണ് ഇതിന്റെ നിർമ്മാണം നടക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നിർമ്മാണം നടന്നിടത്തൊക്കെ തന്നെ ഇടിഞ്ഞു താഴുന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കാം. അപ്പോൾ അശാസ്ത്രീയമായ നിർമ്മാണം നിർത്തിവെക്കുകയും ജനപ്രതിനിധികൾ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് നമുക്ക് കൂടുതൽ മനുഷ്യ ദുരന്തങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അതേപോലെ പ്രോപ്പർട്ടി ഡാമേജും ഉണ്ടാകാതിരിക്കാൻ ദേശീയപാത നിർമ്മാണത്തിന് പുനരവലോകനം ചെയ്യണം. കായംകുളത്തൂടെ കടന്നു പോകുന്ന ദേശീയപാതയ്ക്ക് തൂണിൽ നിർമ്മിതമായ ഉയരപ്പാത വേണമെന്നുള്ള ആവശ്യം എംപിയും MLA ഒക്കെ ദേശീയപാത അതോറിറ്റിയോട് ഉന്നയിക്കണം. നമുക്കിപ്പോൾ പരാതി പറയാൻ ആളില്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ കൂടെ കടന്നു പോകുന്ന ഒരു ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ആരോട് പരാതി പറയും, ആരാണ് സ്വീകരിക്കുന്നത്, ആരാണ് പരിഹാരം കാണുന്നത്? ഇതിനൊന്നും യാതൊരുവിധ മാർഗങ്ങളുമില്ലാതെ ജനങ്ങൾ ദുരന്തത്തിലേക്ക് പോവുകയാണ്. ഇപ്പം തന്നെ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും മഴ പെയ്യുന്നത് കൊണ്ട് എല്ലാം വെള്ളക്കെട്ടാണ്, വീടുകളിലെല്ലാം വെള്ളം നിൽക്കുകയാണ്. അതിന് ശാശ്വതമായി പരിഹാരം കാണാൻ കഴിയുന്നില്ല. വെള്ളം വന്നു കഴിഞ്ഞാൽ എങ്ങനെ എങ്ങോട്ട് ഒലിച്ചു പോകും, അല്ലെങ്കിൽ വെള്ളത്തിന് അടിപ്പെട്ട് പോകാതെ റോഡും വീടും നാടും അതേപോലെ തന്നെ ജനങ്ങളും വെള്ളത്തിന് അടിപ്പെട്ട് പോകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. ഏത് നിർമ്മാണ പ്രവർത്തനത്തിനും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാണ് നിർമ്മാണം നടത്തുന്നത്. അതുകൊണ്ട് ദേശീയപാത അതോറിറ്റിയോട് NHAI അവരോട് ഞങ്ങൾ പറയുന്നു, ഈ കായംകുളത്തൂടെ കടന്നു പോകുന്ന ദേശീയപാതയ്ക്ക് ശാശ്വതവും ശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കടന്നു പോകണമെന്ന് സോഷ്യൽ ഫോറത്തിന് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കാം. ഇപ്പോൾ നിർമ്മിക്കുന്ന ദേശീയപാതയുടെ അശാസ്ത്രീയത ബോധ്യപ്പെട്ട സ്ഥിതിക്ക് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനും മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായും തൂണിൽ ഉയരുന്ന തരത്തിലുള്ള പാത നിർമ്മിക്കുക എന്നതാണ് അഭികാമ്യമെന്നും സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് പറഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിന്റെ 30% പോലും ഈ പ്രദേശത്ത് പിന്നിട്ടിട്ടില്ല എന്നതിനാൽ ഇനിയും പുനരവലോകനം ചെയ്ത് ഉയരപ്പാത നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റിക്കാർ തയ്യാറാകണമെന്നും ഇതിനായി സ്ഥലം MPയും MLAയും വിഷയത്തിൽ മൗനം പാലിക്കാതെ ഇടപെടൽ നടത്തണമെന്നും സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.